മഴ ഉണ്ടാവില്ല എന്ന് വിശ്വാസം. സാമ്പിൾ വെടിക്കെട്ട് അന്നേരം തൊട്ട് ഒരു മഴയാണ്. സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ മഴ പെയ്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. സാമ്പിൾ വെടിക്കെട്ട് തടസ്സപ്പെട്ടില്ല. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് മഴ പിന്നെ എന്താ ചെയ്തോട്ടെ. പിന്നെ ആളുകൾ ഇത് കുറച്ച് നനയുന്നില്ല, അത് തല കോർത്തിയാൽ പോകും, അതിൻ്റെ കാര്യത്തിലുള്ളൂ. പക്ഷെ വെടിക്കെട്ട് മുടങ്ങരുത്, അത്രേ ഉള്ളൂ. ഈ വെടിക്കെട്ട് തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. വെടിക്കെട്ട് തൃശ്ശൂർക്കാരൻ മാത്രമല്ല, വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു സർഗാത്മക സ്ഫോടനമാണ്. ഇറ്റ്സ് എ ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ. അതായത് മനുഷ്യൻ വളരെ സർഗാത്മകമായിട്ട് ആകാശത്ത് പലതരത്തിലുള്ള തീപ്പൂവ്, അല്ലെങ്കിൽ അതെ ശരിക്കൊരു തീപ്പൂക്കളം ആണ് എന്ത് വെടിക്കെട്ട്. അഗ്നിപുഷ്പത്തിൻ്റെ ഒരു കളം തന്നെ, തീപ്പൂക്കളമാണ് വെടിക്കെട്ട്. അപ്പോൾ അതിന് മഴയൊന്നും ഇത്തവണ തടസ്സമായിട്ടില്ല. അതെ. പിന്നെ വേറെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും കുറേ നാളുകൾ കൊണ്ട് നമ്മൾ രണ്ടുപേരും ഇൻ്റർവ്യൂ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തത തോന്നുന്നുണ്ടോ? വ്യത്യസ്തമുണ്ട്. കാരണം തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ ആവേശം വളരെ കൂടുതലാണ്. അതിന് പ്രധാന കാരണം ഈ കോവിഡ് ഒഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പൂരമാണ്. ആദ്യത്തെ പൂരം കഴിഞ്ഞോണ്ട് കഴിക്കും. അത് പ്രൗഢഗംഭീരമാണ് തൃശ്ശൂർ പൂരം സ്വതവേ. ഇത് ക്രൗഡഗംഭീരമാണ്. ഇതിന് ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട്. ഇന്നലെ ക്ലൗഡഗംഭീരം, ഇതിപ്പോൾ ക്ലൗഡ് ഒഴിഞ്ഞു പോയി. പിന്നെ ഇത്തവണ പൂരം വളരെ അനുകൂല ഘടകമാണ്. ഇന്നലെ ശനിയാഴ്ച